അത്യുന്നതനും കാരുണ്യവാനുമായ ത്രിയേക ദൈവത്തിന് സ്തുതി. അഗാപ്പെ ചാനലിലേക്ക് നിങ്ങളെ എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6-33 തിരുവചനത്തിൽ പറയുന്നു, നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക, മറ്റുള്ളവയെല്ലാം കൂട്ടിച്ചേർക്കപ്പെടും. ക്രൈസ്ത ലോർഡ്. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം, ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന വ്യക്തികൾക്ക് ദൈവം നൽകുന്ന വലിയ അനുഗ്രഹങ്ങളെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ ദൈവത്തെ അനുസരിക്കാത്തവരുടെ സ്ഥിതിയും നമ്മളൊക്കെ അറിയുന്നുണ്ട്. ഈ ആധുനിക കാലഘട്ടത്തിലും കർത്താവിൻ്റെ വചനം എന്നും നിലനിൽക്കുന്നു. നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകം നമ്മൾ ആദ്യത്തെ അധ്യായങ്ങളിൽ കാണുന്നത് ആബേലിൻ്റെയും കായന്റെയും ബലിയാണ്. ആദത്തിന്റെ മക്കളായ കായേനും ആബേലും. ആബേൽ ഒരാട്ടിടയനായിരുന്നു. അദ്ദേഹത്തിന്റെ ആടുകളിൽ കടിഞ്ഞൂൽ കുഞ്ഞുങ്ങളുടെ മേധസ്സുള്ള ഭാഗം കർത്താവിന് സമർപ്പിച്ചു. എന്നാൽ കായൻ, കൃഷിക്കാരനായ കായൻ, തന്റെ വിളവുകളിൽ ഒരു ഭാഗം കർത്താവിന് സമർപ്പിച്ചു. കായന്റെ ബലിയിൽ കർത്താവ് പ്രസാദിച്ചു. അത് കണ്ടപ്പോൾ അസൂയ കൊണ്ട് ദോഷാകുലനായി ഇരിക്കുന്ന കായനെയാണ് കാണുന്നത്. നമുക്കറിയാം, എബ്രായ ലേഖനം 11-4 തിരുവചനത്തിൽ പറയുന്നു, വിശ്വാസം മൂലം ആബേൽ ശ്രേഷ്ഠമായ ബലി അർപ്പിച്ചു കർത്താവിന്. അതുകൊണ്ടാണ് ആബേലിൽ സംപ്രീതനായത്. അതുകൊണ്ട് അസൂയ കൊണ്ടിരിക്കുന്ന കായനോട് ദൈവം ചോദിക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകം 4-7 പറയുന്നു, ഉചിതമായി പ്രവർത്തിച്ചാൽ നീയും സ്വീകാര്യനാവില്ലേ? ക്രൈസ്ത ലോർഡ്. നമ്മളോടും കർത്താവ് ഓർമ്മപ്പെടുത്തുന്നത് ഉചിതമായി പ്രവർത്തിക്കാൻ നമുക്ക് സാധിക്കുകയില്ല എന്നാണ്. നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകത്തിന്റെ 12-ാം അധ്യായം ആണ് ചരിത്ര പശ്ചാത്തലം തുടങ്ങുന്നത്. അബ്രാഹത്തെ തിരഞ്ഞെടുക്കുകയും അദ്ദേഹത്തെ ഒരു ജനതകളുടെ നേതാവാകുവാൻ വേണ്ടി കർത്താവ് തിരഞ്ഞെടുത്ത വ്യക്തിയാണ്. അബ്രാഹാമിന്റെ പേര് മാറ്റി അബ്രഹാം എന്നാക്കി. അദ്ദേഹത്തിന്റെ പുത്രൻ ഇസ്ഹാക്കിനെ ദൈവം അനുഗ്രഹിച്ചു. ഇസ്ഹാക്കിന്റെ പുത്രൻ യാക്കോബിനെ ഇസ്രായേൽ എന്ന് പേരിടുകയും അദ്ദേഹത്തിന്റെ 12 സന്തതികളെ ഇസ്രായേലിൽ എന്നറിയപ്പെടുകയും ചെയ്തു. അവിടെ നമുക്ക് കാണാം, ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു വ്യക്തിയെ. ജോസഫ് മറ്റുള്ള സഹോദരന്മാരെ പോലെ ആയിരുന്നില്ല, ദൈവത്തോടെ അടുത്ത് നിന്ന വ്യക്തിയായിരുന്നു. അദ്ദേഹത്തോടെ സഹോദരന്മാർക്ക് അസൂയ തോന്നുകയും അദ്ദേഹത്തെ കൊല്ലാൻ ശ്രമിക്കുകയും ഒട്ടക്കണത്തിലിടുകയും അവസാനം വിറ്റ് കളയുകയും ചെയ്യുന്നു. ഇങ്ങനെ പ്രവർത്തിച്ച തൻ്റെ സഹോദരന്മാരോടെ ഉൽപ്പത്തി പുസ്തകം അവസാന ഭാഗം നമ്മൾ വായിക്കുമ്പോൾ ഈ സഹോദരന്മാർ ജോസഫിന്റെ അടുത്ത് നിന്ന് കുമ്പിടുകയാണ്. അപ്പോൾ ജോസഫ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഉൽപ്പത്തി പുസ്തകം 50-ാം അധ്യായം 20-ാം തിരുവചനം, നിങ്ങൾ എനിക്ക് തിന്മ ചെയ്തു, പക്ഷേ ദൈവം അത് നന്മയാക്കി മാറ്റി. ക്രൈസ്ത ലോർഡ്. പ്രിയപ്പെട്ടവരെ, മനുഷ്യൻ പദ്ധതികൾ ഭാവനം ചെയ്യുന്നു. അന്തിമമായ തീരുമാനം കർത്താവിൻ്റെതാണെന്ന് നമുക്കറിയാം. എന്നാൽ കർത്താവ് പറയുകയാണ്, യിരെമ്യാ പ്രവാചകനോട് പറയുകയാണ്, എന്നെ വിളിക്കുക, ഞാൻ ഉത്തരം അരുളും. നിന്റെ ബുദ്ധിക്ക് അതീതമായ മഹത്വം നിഗൂഢവുമായ കാര്യങ്ങൾ ഞാൻ വെളിപ്പെടുത്തും. യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായം 8-ാം തിരുവചനത്തിൽ പറയുന്നു, ദൈവത്തോട് ചേർന്ന് നിൽക്കുകയും അവിടെ നിങ്ങളോടും ചേർന്ന് നിൽക്കും. അങ്ങനെ ദൈവത്തോട് ചേർന്ന് നിന്ന ഒരു വ്യക്തിയെ
പരിചയപ്പെട്ടതും അദ്ദേഹത്തെ നേരിൽ കണ്ട് അറിഞ്ഞതുമായ കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ചാനലിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഞാൻ ഒരു പ്രത്യേക പരിപാടി നടത്തുവാനുള്ള സാഹചര്യങ്ങൾ എനിക്ക് ഒത്തു വന്നപ്പോൾ അതിനെക്കുറിച്ച് എനിക്ക് കൂടുതൽ അറിയാൻ വയ്യാത്തതുകൊണ്ട് അത് പഠിക്കാതെ നമ്മൾ നടത്തിയ ശരിയായി നടത്തുന്നുണ്ട്. എൻ്റെ കൂടെ പണ്ട് ഗൾഫിലുണ്ടായിരുന്ന സുഹൃത്തിനെ വിളിച്ച് ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഒരു കാര്യമുണ്ട്, എനിക്കൊന്ന് പഠിക്കണം. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിന് അറിയാവുന്ന ഒരു വ്യക്തിയുണ്ട്, അദ്ദേഹത്തിൻ്റെ അടുത്ത് പോവാമെങ്കിൽ ടൗണിലാണ്, ദൂരെ പോകണം, എന്നാലും ചെല്ലുവാണ് അദ്ദേഹം പഠിപ്പിക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും, ഞാൻ പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെല്ലുകയും അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിൽ വേറെ ജോലിക്കാരൊക്കെ ഉണ്ട്, അദ്ദേഹവും അവരൊക്കെ എനിക്ക് പറഞ്ഞു തരും. അങ്ങനെ 1-2 മാസം അവിടെ നിൽക്കേണ്ട സമയത്ത് ഞാൻ കാണുന്നത് അദ്ദേഹത്തിൻ്റെ പേര് സണ്ണിച്ചാനാണ്, ഇതിനെ പഠിപ്പിക്കുന്ന ആളിൻ്റെ പേര്. അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത് എല്ലാ ദിവസവും ഈ സ്ഥാപനത്തിൽ വരും. അവർ വളരെ സന്തോഷമായിട്ട് സംസാരിച്ച് പോകും. പിന്നീട് ഞാനും അദ്ദേഹമായിട്ട് പരിചയപ്പെട്ടു. അദ്ദേഹം സമൂഹത്തിൽ നല്ലൊരു മനുഷ്യനാണ്, മറ്റുള്ളവർക്ക് സഹായം ചെയ്യും, ആരുടെയും കാര്യത്തിൽ ഇടപെടുന്ന ഇടപെടും, സാമ്പത്തികമായിട്ട് സഹായിക്കും. അങ്ങനെ ദൈവിക കൽപ്പനകൾ അനുസരിച്ച് നല്ല ഉത്തമ ജീവിതം നയിക്കുന്ന വ്യക്തിയാണ്. ഒരു ദിവസം അദ്ദേഹം സ്ഥാപനത്തിൽ ഇറങ്ങി പോയി കഴിഞ്ഞപ്പോൾ ഈ സണ്ണിച്ചാൻ എന്നോട് പറഞ്ഞു, മാത്യു, നമ്മളും അല്ല ഒരു ആളില്ലേ അദ്ദേഹത്തെ പോലെ ഇങ്ങനെ സന്തോഷിച്ച് ചിരിക്കാൻ പോലും നമുക്ക് പറ്റുകയില്ല. അതിൻ്റെ കാരണം പറഞ്ഞു, അദ്ദേഹം ടൗണിൽ തന്നെ ഉള്ള നല്ലൊരു വീട്ടിലാണ് താമസിക്കുന്നത്. 2-3 കടമുറികളൊക്കെ ഉണ്ട്. അതിന് നല്ല ആദായം കിട്ടും വാടകയായിട്ട്. അങ്ങനെ വളരെ സന്തോഷമായിട്ട് ജീവിച്ചു വരികയായിരുന്നു. ഏതാനും നാളുകൾക്ക് മുമ്പ് ആ വീടിൻ്റെയും ഈ 3 കടമുറികളുടെയും അവകാശം പറഞ്ഞ് അവരുടെ കുടുംബത്തിലുള്ള ഒരു വ്യക്തി കേസ് കൊടുത്തിരിക്കുകയാണ്. കാരണം അന്നത്തെ ഒരു സാഹചര്യത്തിൽ ഇവരെ തൽക്കാലം താമസിപ്പിച്ചതാണെന്നും 2 തലമുറ കഴിഞ്ഞെന്നും അവർക്ക് അദ്ദേഹത്തിന് അവകാശപ്പെട്ടതാണെന്നും ഒക്കെ കാണിച്ച് അദ്ദേഹം കൊടുത്ത ആ കേസിൽ ഈ വാദിഭാഗം ജയിക്കുകയും അദ്ദേഹം ആ വീട്ടിൽ നിന്ന് മാറിക്കൊടുക്കണം, ആ കടമുറികൾ ഒഴിഞ്ഞു കൊടുക്കണം എന്നുള്ള ഉത്തരവായി. അദ്ദേഹത്തിന്റെ കൂട്ടുകാരും സുഹൃത്തുക്കളൊക്കെ പറഞ്ഞു, നമുക്ക് മേൽക്കോടതിയിൽ പോവാം. അദ്ദേഹം പറഞ്ഞു, ഞാൻ അതിനൊന്നുമില്ല. അദ്ദേഹം എപ്പോഴും പറയുന്ന ഒരു വചനമുണ്ട്, കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. സങ്കീർത്തനം 23:1-2 തിരുവചനങ്ങൾ. അങ്ങനെ ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിക്കുന്ന അദ്ദേഹം കേസ് അന്വേഷിക്കാനൊന്നും പോയില്ല. അദ്ദേഹം പറഞ്ഞ്, എനിക്കറിയാൻ മേത്ത കാര്യമാണ്, തലകൾക്ക് മുമ്പുള്ളതാണ്, തെളിവുകൾ അവർക്ക് അനുകൂലമായതിനാൽ ഞാൻ മാറിക്കൊടുക്കും. അപ്പോൾ ഏതാനും ഒരു നാൾ പരിധികൾ വെച്ചു. ആ പരിധിക്ക് മുമ്പ് എവിടെയെങ്കിലും ഒരു ചെറിയ വീട് വെക്കണം, ഒരാഘോഷമായിട്ട് ജീവിക്കണമെന്ന് എനിക്ക് ആഗ്രഹമില്ല, ദൈവം എന്താണോ അത് ഞാൻ സ്വീകരിക്കും. അങ്ങനെ ഈ സമയത്തായിരുന്നു, ഈ കാലഘട്ടത്തിലാണ് ഞാൻ അവിടെ ചെല്ലുന്നത്. പിന്നെ കുറച്ച് നാളും അദ്ദേഹം വീട് മാറണം. അപ്പൊ അദ്ദേഹം അവിടെ വന്നതിനെ കുറിച്ച് ചില കാര്യങ്ങളൊക്കെ പറയും, എന്നോട് കൂടി പറയും. അപ്പൊ ഞാൻ അത് അറിയുകയാണ്. അദ്ദേഹത്തിന്റെ ഒരു കാര്യസ്ഥനെ പോലുള്ള ഒരു വ്യക്തി പറഞ്ഞു, നീ അടുത്ത പ്രദേശങ്ങളിലൊക്കെ പോയി ഒരു സ്ഥലം അന്വേഷിക്കുക, വില കൊണ്ട് ചേരുന്നതാണ് നമുക്ക് മേടിക്കാം. അങ്ങനെ അന്വേഷണത്തിൽ അദ്ദേഹം വന്ന് പറഞ്ഞു, ഒരു നമ്പൂതിരിമാരുടെ സ്ഥലം, ഇല്ലങ്കാരുടെ സ്ഥലം ഒരു നദിയുടെ തീരത്തുണ്ട്, ഒരു 40 സെന്റ് സ്ഥലമുണ്ട്, അത് വളരെ വില കുറച്ച് കിട്ടും. വളരെ നാളായിട്ട് അവർ വിൽക്കാനൊക്കെ താല്പര്യപ്പെട്ടെങ്കിലും പറ്റിയില്ല. ഇപ്പോൾ അവിടെ കാട്ടുമരങ്ങളൊക്കെ വളർന്ന് കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലമാണ്. അങ്ങനെ ആ സ്ഥലം പോയി ഇവർ കാണുകയും അവർ പറഞ്ഞതനുസരിച്ച് അന്ന് നാട്ടിൽ നടപ്പുള്ളതിനേക്കാൾ വളരെ വില കുറച്ച് കിട്ടുകയും അവരത് വാങ്ങിക്കുകയും ചെയ്തു. അപ്പോൾ ഇദ്ദേഹത്തിന്റെ സുഹൃത്തായ ഒരു കോൺട്രാക്ടറെ വിളിച്ച് സ്ഥലം കാണിച്ചു, ചെറിയൊരു വീട് പണിയുന്നതിനുള്ള കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു, എഞ്ചിനീയറെ അടുത്ത ദിവസം കൊണ്ടുവരാമെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യുക, സമയം കളയണ്ട, നാളെ തന്നെ ഈ മരങ്ങളൊക്കെ വെട്ടിക്കളഞ്ഞിട്ട്
ആ മരത്തിൻ്റെ തടി തന്നെ മതി. അതുകൊണ്ട് ഒരു 4 തൂണാൽ ഒരു ചെറിയ ഒരു ഷെഡ് പണിയണം. നമ്മുടെ പണി സാധനങ്ങൾ ആദ്യം അടുപ്പിക്കണം. ബാക്കിയെല്ലാം ഞാൻ ചെയ്തോളാം എന്ന് അദ്ദേഹം പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം ഈ കാര്യസ്ഥൻ 2 ജോലിക്കാരായിട്ട് വന്ന് അവിടെ എല്ലാം കാടൊക്കെ തെളിച്ച് ഭംഗിയാക്കി അവിടെ 2 ഷെഡ് പണിയുന്നതിനുള്ള കാര്യത്തിന് വേണ്ടി കുഴിയെടുത്തു. അപ്പോഴാണ് അവർ കാണുന്നത് അവിടെ നല്ല മണലാണ് കിട്ടുന്നത്. അപ്പൊ അദ്ദേഹത്തെ വിളിച്ചു. അദ്ദേഹം ഇവിടെ വന്ന് ഉടനെ കോൺട്രാക്ടറെ വിളിച്ചു. കോൺട്രാക്ടർ വന്ന് നോക്കിയപ്പോൾ ഈ 40 സെന്റ് സ്ഥലത്തിനകത്ത് വളരെ താഴ്ചയിൽ ഇഷ്ടം പോലെ മണലാണെന്ന് മനസ്സിലായി. അന്ന് ഈ ആറ്റിൽ നിന്നും തോടുകളിൽ നിന്നൊക്കെ മണൽ വരുന്നതിന് പ്രശ്നമുള്ളൂ. കരമണൽ എടുക്കുന്നതിന് ഗവൺമെന്റ് വിഷയമില്ലാത്ത സമയമാണ്. അദ്ദേഹം പറഞ്ഞു, ഈ മണലെ നാട്ടുനടപ്പനുസരിച്ചുള്ള വില വെച്ച് ഞാൻ എടുത്തോളാം. ഈ കോൺട്രാക്ടർ പറയുകയാണ്, എത്ര ലോഡ് ഇവിടുന്ന് കൊണ്ടുപോകുന്നത് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. അങ്ങനെ എഗ്രിമെന്റായി. പ്രിയപ്പെട്ടവരെ, അദ്ദേഹം പ്രതീക്ഷിച്ചതിനേക്കാൾ അധികമായിട്ട് അദ്ദേഹത്തിന് അവിടുന്ന് സമ്പത്തുണ്ടായി. നല്ല വീട് വെച്ച് അദ്ദേഹം ഒരു പ്രശ്നവുമില്ലാതെ ജീവിക്കുന്ന ഒരവസ്ഥ പിന്നെ ഞാൻ അറിഞ്ഞു. ഞാൻ അതിനിടയ്ക്ക് പോകുന്നത് കൊണ്ട് വിവരങ്ങൾ ഞാൻ കേട്ടറിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് ഉപേക്ഷിക്കുകയില്ല. സങ്കീർത്തന പുസ്തകം 55:22 പറയുന്നു, നിന്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക, നിന്റെ ഭാരം കർത്താവ് താങ്ങിക്കൊള്ളും. അതേ പ്രിയപ്പെട്ടവരെ, 1 പത്രോസ് 5:6-7 തിരുവചനത്തിൽ പറയുന്നു, ദൈവത്തിന്റെ ശക്തമായ കരുത്തിന് കീഴിൽ താഴ്മയോടെ നിൽക്കുവിൻ, തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും. നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവിൻ, അവിടുന്ന് നിന്റെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. അങ്ങനെ ദൈവം ശ്രദ്ധാലുവായി കണ്ട അദ്ദേഹത്തെ നോക്കിക്കണ്ട അദ്ദേഹത്തിന്റെ ജീവൻ ചരിത്രം, അദ്ദേഹത്തിന്റെ അവസ്ഥ, ആ സന്തോഷമായ അവസ്ഥ കളയാതെ വലിയ ഉത്കണ്ഠ നിറഞ്ഞ അവസരത്തിലും കർത്താവിനോട് ചേർന്ന അവസ്ഥ നേരെ എനിക്ക് കാണുവാനിടയായി. പ്രഭാഷകന്റെ പുസ്തകം 25-ാം അധ്യായം 1-ാം തിരുവചനത്തിൽ പറയുന്നു, ദൈവഭക്തി എല്ലാത്തിനെയും അതിശയിപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, സമൂഹ മാധ്യമങ്ങളിൽ നിങ്ങളൊക്കെ അനേകം ആത്മീയ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നവരാണ്. ഇതെന്തിനാണ് ഞാനിങ്ങനെ വിഷമിച്ചതൊക്കെ പറയുന്നത് എന്ന് നിങ്ങൾക്ക് ഒരു പക്ഷെ തോന്നിയേക്കാം. യോനായുടെ പുസ്തകം 2-ാം അധ്യായം 2-ാം തിരുവചനത്തിൽ പറയുന്നു, എൻ്റെ കഷ്ടതയിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു, അവിടുന്ന് എനിക്ക് ഉത്തരമരുളി. എൻ്റെ ഒരു കഷ്ടതയിലെ പ്രതീക്ഷിക്കാത്ത ഒരു വലിയൊരവസ്ഥയിലെ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു, അവിടുന്ന് കിട്ടിയ ഉത്തരവും പിന്നീടുണ്ടായ ദൈവത്തിൻ്റെ അത്ഭുതകരമായ ഇടപെടലുകളും ആണ് ഞാൻ ഈ ചാനലിൽ പറയുന്നത്. എന്നെ വിളിക്കുക, ഞാൻ ഉത്തരം വരുള്ളൂ. എൻ്റെ ബുദ്ധിക്ക് അതീതമായ മഹത്വം നിഗൂഢവുമായ കാര്യങ്ങൾ ഞാൻ വെളിപ്പെടുത്തും. യെരമ്യാ 33:3. അങ്ങനെ എൻ്റെ ബുദ്ധിക്ക് അപ്രസക്തമായ ചില കാര്യങ്ങളും ചില ആത്മീയ രഹസ്യങ്ങളും പറയുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ ചാനൽ ഉപയോഗിക്കുന്നത്. കർത്താവ് പ്രതിസന്ധിയിൽ നമ്മുടെ കൂടെ ഇടപെടുന്നത്, നമ്മളെ സംരക്ഷിക്കുന്നത്, അതിൻ്റെയൊക്കെ ചില ആത്മീയ രഹസ്യങ്ങൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അഗാപ്പെ എന്ന വാക്കിന്റെ അർത്ഥം നിങ്ങൾക്കറിയാം, ദൈവത്തിന്റെ സ്നേഹം എന്നാണ്. അങ്ങനെ ദൈവത്തിന്റെ സ്നേഹം അനുഭവിക്കാൻ നമുക്ക് കൂട്ടായി ശ്രമിക്കാം. ഈ ചാനൽ നിങ്ങൾ കേൾക്കുവാൻ ആഗ്രഹിക്കണം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അടുത്ത വീഡിയോയിൽ ഞാൻ പുതിയൊരു കാര്യമാണ് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്.